മാതാപിതാക്കൾ. ഭൂമിയിൽ മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് മാതാപിതാക്കൾ. ഭാരതീയ സംസ്കാരമനുസരിച്ച് മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണ് ക്രമം. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്നത് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ അവഗണിക്കുന്ന പ്രവണതയാണ്. മക്കൾക്കായി ജീവിച്ചു, മക്കൾക്കായി സമ്പാദിച്ചു. പക്ഷേ മക്കൾക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നതിനിടയിൽ മാതാപിതാക്കൾ ഭാരമാകുന്നു. ബൈബിളിലെ 10 കൽപ്പനകളിൽ ഒന്നാണ് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത്. പക്ഷേ ഇന്ന് നാം മറ്റു മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും മുൻപന്തിയിലാണ്. സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലും മറ്റുമായി തള്ളുവാൻ മടിയുമില്ല. പെൻസിലുകളുടെ അറ്റത്ത് ചെറിയൊരു റബ്ബർ കഷ്ണം നാം കാണാറില്ലേ? പെൻസിലും റബ്ബറും സന്തത സഹചാരികളാണ്. പെൻസിൽ കൊണ്ടുണ്ടാവുന്ന തെറ്റുകൾ മായ്ക്കുവാൻ റബ്ബർ ആവശ്യമാണ്. പെൻസിൽ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തുവാൻ വേണ്ടി റബ്ബർ ഉപയോഗിക്കുമ്പോൾ അത് ഓരോ നിമിഷവും തേഞ്ഞ് തീർന്നുകൊണ്ടിരിക്കും. റബ്ബറിന്റെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ട് അത് ഏറ്റവും ചെറുതാകുമ്പോൾ ഉപേക്ഷിക്കപ്പെടും. റബ്ബറിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഈ ദൗത്യമാണ് ഉള്ളത്. ഇതുപോലെയാണ് മാതാപിതാക്കൾ. അവരുടെ ആരോഗ്യമുള്ള കാലത്ത് മക്കൾക്കായി ജീവിക്കുന്നു. അവസാനം ആരോഗ്യം ക്ഷയിച്ച് ഊർജം നഷ്ടപ്പെട്ട് ഇല്ലാതെയാകുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ ദയനീയം തന്നെ. മെഴുകുതിരി കത്തിയെരിയുമ്പോൾ ഉരുകിത്തീരുന്നതുപോലെ മക്കൾക്കായി ഉരുകിത്തീരുന്ന ജന്മങ്ങൾ. അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടരുതേ. അങ്ങനെ ഒളിച്ചോടിയാൽ അതിന്റെ തിക്തഫലം ഒറ്റയ്ക്കല്ല, സമൂഹവും കൂടി അനുഭവിക്കേണ്ടി വരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.